നമ്മുടെ നിലപാടിന്റെ രാജകുമാരന്റെ ശക്തമായ മറ്റൊരു നിലപാട് വന്നിട്ടുണ്ട്. ഇത് എത്ര നാളും നീണ്ടു നിൽക്കും എന്നതിൽ യാതൊരുവിധ ഉറപ്പുമില്ല. എന്നാലും നമുക്കതൊന്ന് കേട്ടു നോക്കാം. എന്റെ അച്ഛൻ അന്ന് മുതൽ എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. അച്ഛൻ ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്. എന്റെ പല സുഹൃത്തുക്കളും ഞാനുമായിട്ടാകുന്നു. പലരും ഞാൻ എടുത്ത തീരുമാനത്തോട് വിയോജിച്ചു. സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ അതിശക്തമായ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നു. എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർ പലരും തെറി വിളിക്കുന്ന സാഹചര്യം വരുന്നു. ഞാൻ ഒരു മതേതര മൂല്യത്തോടു കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ 2020 പോകുന്നത് തന്നെ. കാര്യം എനിക്ക് ഇപ്പോൾ ബിജെപിയുടെ വികസന രാഷ്ട്രീയത്തോട് ഞാൻ ഭയങ്കര യോജിപ്പാണ്. പക്ഷേ ബിജെപിയുടെ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്ന വർഗീയതയ്ക്ക് ഒരിക്കലും ഞാൻ കൂട്ടുപിടിക്കത്തില്ല. അതിന് ഞാൻ പിന്തുണ സംസാരിക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെയാണ് 2020 നിൽക്കാം എന്നുള്ള എൻ്റെ തീരുമാനം വരുന്നത്. പക്ഷേ ഇതിനെ തുടർന്ന് എനിക്ക് വരുന്ന സൈബർ അറ്റാക്ക് കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന് അറിയാം. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇതിനെല്ലാം മറുപടി കൊട്ടാരക്കര വഴി കൊടുക്കണം. ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് കൊട്ടാരക്കരയിൽ സീറ്റില്ല എന്ന് ഞാൻ അറിയുന്ന ഫെബ്രുവരി 25-ാം തീയതിയാണ്. രാജീവ് ചന്ദ്രശേഖരനെ അതിനുശേഷം ഞാൻ നേരിട്ട് കാണുന്നു. അതായത് അദ്ദേഹം എറണാകുളത്ത് വരുന്ന സമയത്ത് അദ്ദേഹമായി നേരിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഞാൻ മറന്നുപോയി എന്നാണ്. അതായത് ഒരാളെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് സീറ്റ് കൊടുത്തു എന്ന കാര്യം അദ്ദേഹം മറന്നുപോയി എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ വിചാരിച്ചു അഖിൽ പത്തനാപുരത്താണെന്നൊക്കെയാണ് ഞാൻ കരുതിയതെന്ന് ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞു, സാറേ ഇതാണ് അവസ്ഥ, എൻ്റെ സാഹചര്യം ഇതാണ്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പരിഹരിക്കാം. അന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രതീഷ് വിശ്വനാഥ് ഉണ്ടായിരുന്നു. പ്രതീഷ് വിശ്വനാഥിനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്നെ കൊണ്ട് കുഴിച്ചാടിക്കരുത്, എൻ്റെ ജീവിതം നിങ്ങൾ ഇല്ലാതാക്കരുത്, എന്താ അഖിലിന് മാന്യമായ അക്കോമഡേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് തരാം. അങ്ങനെ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് RSSന്റെ മുതിർന്ന നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ട് എൻ്റെ വിഷമങ്ങൾ ഞാൻ അവരോട് പറയുന്നു. അപ്പോൾ അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലായി. കാരണം സാബു ജേക്കബും ഇങ്ങനെ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ ചാണകത്തിൽ പോയി ചവിട്ടാൻ? കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നില്ലേ താങ്കൾ? നിങ്ങൾ ചാണകത്തിൽ പോയി ചവിട്ടിയത് കൊണ്ടാണ് ജനങ്ങൾ വെറുത്തത്. ചാണകം എന്ന് പറയുന്നത് നാറ്റമുള്ള ഒരു വിസർജ്യ വസ്തുവാണ്. അതിൽ എത്ര നല്ല സാധനം വീണെന്ന് പറഞ്ഞാലും പിന്നെ ജനങ്ങൾ ഉപയോഗിക്കില്ല. പിന്നീട് ഇവിടെ വന്ന് കിടന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. രാഷ്ട്രീയം എന്നത് വെറുമൊരു കച്ചവടമല്ല, അത് നിലപാടുകളുടെയും വിശ്വസിക്കുന്ന ആശയങ്ങളുടെയും മുന്നോട്ട് പോക്കാണ്. എന്നാൽ നിങ്ങളെപ്പോലെയുള്ളവർക്ക് രാഷ്ട്രീയം എന്നത് സ്വന്തം നിക്ഷിപ്ത താല്പര്യങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും അനുസരിച്ച് മാറി മാറി ധരിക്കാവുന്ന ഒരു വസ്ത്രം മാത്രമാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 2020 സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജനങ്ങളുടെ വിധി തേടിയ ഒരു വ്യക്തി തിരിഞ്ഞു നിന്ന് ആ പ്രസ്ഥാനത്തെയും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും അധിക്ഷേപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ മാറ്റമല്ല, പൊതുസമൂഹത്തോടും അദ്ദേഹത്തെ വിശ്വസിച്ച് വോട്ട് ചെയ്തവരോടും കാണിക്കുന്ന വലിയൊരു വഞ്ചനയാണ്. PC ജോർജിന് ശേഷം ഇത്രയ്ക്കും വാക്കിന് വിലയില്ലാത്ത ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു തൊലിക്കട്ടിയാണ് ഇദ്ദേഹത്തിന്. ഇന്നലെ വരെ പ്രശംസിച്ച ആശയങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ഇന്ന് ലാഭനഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം വെച്ച് തള്ളിപ്പറയാൻ ഇവരെ പോലെയുള്ളവർക്ക് യാതൊരുവിധ മടിയുമില്ല. ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും നിലപാടുകൾ മാറിമറിയുന്നു. അധികാരത്തിനും രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ജീവിയാണ് ഇദ്ദേഹം. ഇലക്ഷൻ സമയത്ത് രമേശ് പിഷാരടി പറഞ്ഞ വാക്ക് എത്ര സത്യസന്ധമായിരുന്നു. അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വാക്കിന് ആരും വില കൊടുക്കണ്ട, അതിന് കുറച്ചു നാളത്തെ ആയുസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് പറഞ്ഞത് നാളെ അദ്ദേഹം തീർച്ചയായിട്ടും മാറ്റി പറഞ്ഞിരിക്കുമെന്ന്. തനിക്ക് എന്തെങ്കിലും അനുകൂലമായി കിട്ടാതാകുമ്പോൾ ഉടൻ തന്നെ ആരോപണങ്ങളുമായി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് സഹതാപം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് എത്രത്തോളം നിന്ദ്യമായ സ്വഭാവമാണ്. ഒരു വാക്കിൽ ഉറച്ചു നിൽക്കാൻ നട്ടല് കാണിക്കാത്ത ഇത്തരക്കാർക്ക് എങ്ങനെയാണ് പൊതുജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നത്? താൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രസ്ഥാനത്തെയും ഒപ്പം നിന്ന പ്രവർത്തകരെയും ഇത്രയും നിസ്സാരമായി തള്ളിപ്പറയുന്ന ഒരാൾക്ക് നാളെ മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിനോട് എന്തു കൂറാണ് ഉണ്ടാവുക? സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഏത് തട്ടകത്തിലേക്കും മാറിയിരിക്കാൻ മടിയില്ലാത്ത ഇത്തരം അവസരവാദികൾ രാഷ്ട്രീയ മണ്ഡലത്തിന് തന്നെ അപമാനമാണ്. സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാനും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനും മറ്റുള്ളവരുടെ തലയിൽ കുറ്റം ചാരുന്നത് ഒരു സ്ഥിരം ശൈലിയാക്കി മാറ്റിയിരിക്കുകയാണ് ഇയാള്. ഇവനെ പോലെയുള്ളവർ വിചാരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വിഡ്ഢികളാണ് എന്നാണ്. ഒരു വാക്കിന് പോലും ഒരു തരത്തിലും വിലയില്ലാത്ത ഒരു പൊന്നുമോനാണ് ഇയാള്. രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളാകാം, എന്നാൽ വാക്കിന് വിലയില്ലാത്ത, സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ ശേഷിയില്ലാത്ത ഇത്തരക്കാരെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇയാള് ഇതിനു മുമ്പ് പല രീതിയിലും പറഞ്ഞ വാക്കുകൾ മാറ്റി പറഞ്ഞത് കേരള സമൂഹം കണ്ടതാണ്. തൊട്ടതിനൊക്കെ മാറ്റി പറയുന്ന, സ്വന്തം നയങ്ങളെ വിശ്വാസമില്ലാത്ത ഇത്തരക്കാരെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് ഇവനെ പോലെയുള്ളവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉൾപ്പെടുത്തി നിങ്ങളുടെ പാർട്ടിയുടെ നിലവാരം നിങ്ങളായിട്ട് ഇല്ലാതാക്കരുത് എന്നുള്ളത് ഒരു അപേക്ഷയാണ്.